ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. റിയൽമിയുടെ ഒരു പുതിയ ഫോൺ കൂടി ഇറങ്ങിയിരിക്കുകയാണ്. ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നല്ല ഫോണാണെന്നാണ് റിയൽമി പറയുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു 10,000 രൂപ റേഞ്ചിൽ വരുന്ന ഈ ഒരു ഫോൺ അവർ ഇറക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ബിൽഡപ്പ് എല്ലാം കൊടുക്കുമ്പോഴും ഒരു നല്ല പണി കൂടി റിയൽമി ഇതിനൊപ്പം തരുന്നുണ്ട്. അത് ചതിയാണോ അതോ ഒരു നല്ല കാര്യമാണോ, അത് നിങ്ങളാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കേണ്ടത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാണുന്നതാണ് നാർസോ 50A പ്രൈം എന്ന ഫോണിൻ്റെ ബോക്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ബോക്സ് വേറെ കാണാം. ഇതിനകത്ത് കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെയാണ്. കേസും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അത് കഴിഞ്ഞാൽ ഫോണിലേക്ക് വരാം. ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് നാർസോ 50A പ്രൈം. ഒരു നല്ല ഏറ്റവും സ്റ്റൈലിഷായ ഈ ഒരു റേഞ്ചിലെ ഏറ്റവും സ്റ്റൈലിഷായ ഫോണാണ് ഇതെന്നാണ് റിയൽമി പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ലുക്ക്. ഇതാണ് നാർസോ 50A പ്രൈം എന്ന ഫോണിൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട്? ഈ റേഞ്ചിലെ ഏറ്റവും പ്രീമിയം ഫോണായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഏറ്റവും പ്രീമിയം ലുക്കുള്ള ഫോണായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്തായാലും സ്മഡ്ജസ് ഒക്കെ പിടിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ്. റിയർ സൈഡിൽ കാണാൻ നന്നായിട്ടുണ്ട്, മോശമൊന്നും പറയാനില്ല. അവർ പറഞ്ഞ പോലെ തന്നെ നല്ല സ്റ്റൈലിഷായ ലുക്കുള്ള ഫോണാണ്. ഫ്ലാഷ് ബ്ലാക്ക്, ഫ്ലാഷ് ബ്ലൂ അങ്ങനെ 2 കളറിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്നത് ബ്ലൂ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ തിക്നെസ് 8.1 mm ആണ്. 192.5 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഒരു വല്ലാത്ത വെയിറ്റ് ഉള്ള ഫോണൊന്നുമല്ല, അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു ഫോണാണ്. കയ്യിൽ പിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, കംഫർട്ടബിൾ ആണ്. ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, അതേപോലെ തന്നെ മൈക്രോഫോൺ, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണുകൾ, സിം ട്രേയിൽ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും ഒരു മെമ്മറി കാർഡും. മെമ്മറി നിങ്ങൾക്ക് 256 GB വരെ ഈ ഒരു സ്ലോട്ടിലെ മെമ്മറി കാർഡ് വഴി നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണമെങ്കിൽ. ടോപ്പ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. മെയിൻ ക്യാമറയാണ് മെയിൻ കാര്യം, 50 MP. ഇത് അവരുടെ GT2 ഉള്ള ക്യാമറ സെൻസർ ആണെന്നാണ് പറയുന്നത്. നല്ല ക്വാളിറ്റി ആണെന്നാണ് പറയുന്നത്. റിസൾട്ട് നമുക്ക് നോക്കാം. പിന്നെ ഒരു മാക്രോ സെൻസറും പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസുമാണ് വരുന്നത്. ഫ്രണ്ടിൽ 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. നോച്ച് ഡിസൈൻ ആണ്. 8 MP സെൽഫി ക്യാമറയാണ് നോച്ചിനകത്ത് വരുന്നത്. സോ ഓവറോൾ ഫോണിന്റെ ഒരു ലുക്ക് മനസ്സിലായല്ലോ. ഡിസ്പ്ലേ 6.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുൾ HD+ ഡിസ്പ്ലേ. 600 നിറ്റ്സ് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വിഷ്വലിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ഫുൾ HDയിൽ തന്നെ നിങ്ങൾക്ക് ആമസോൺ പ്രൈമോ അങ്ങനെയുള്ള സർവീസുകളൊക്കെ ആസ്വദിക്കാവുന്നതാണ്. യാതൊരു ഇഷ്യൂസും ഡിസ്പ്ലേയുടെ ഭാഗത്തില്ല. 90.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. നമുക്കതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെൽഫി, അതായത് നമ്മുടെ ഫേസ് അൺലോക്കിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതും വർക്ക് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിസോക്കിൻ്റെ T612 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ പെർഫോമൻസ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ കൂടിയ റീഫ്രഷ് റേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്മൂത്ത്നെസ് കുറവുണ്ടെന്നല്ലാതെ വേറെ ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു റേഞ്ചിൽ നല്ല പെർഫോമൻസ് എന്ന് പറയാമെന്ന് തോന്നുന്നു. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇതിനകത്ത് കുറേ ആപ്ലിക്കേഷനുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറേ ആവശ്യമില്ലാത്തതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഇനി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്ത കുറേയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസേബിളും ചെയ്ത് വെക്കാം. സോ ടോട്ടലി ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മിനിമലായ ആപ്ലിക്കേഷൻ ഇട്ടുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എന്തായാലും ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ UI പെർഫോമൻസ്. ചെറിയ ഗെയിമുകളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസായിട്ട് കളിക്കാം. ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ്. ഓവറോൾ നോർമൽ യൂസിനായാലും ഇത്തരത്തിലുള്ള ചെറിയ ഗെയിമുകളുടെ പെർഫോമൻസിലായാലും നന്നായിട്ട് തന്നെയുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ് ഈ ഒരു ഫോൺ. റിയൽമി UI 6 എഡിഷനാണ് വരുന്നത്. 4GB RAM, 6GB RAM ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. 64GB 128GB ഒക്കെ വരുന്നുണ്ട്. സ്റ്റോറേജ് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാം. ക്യാമറ 50 MP മെയിൻ ക്യാമറയാണ്. ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്ന തരത്തിലുള്ളൊരു ഇമേജ് ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കൊണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റ് ആയാലും ലാൻഡ്സ്കേപ്പ് ആയാലും നന്നായിട്ടുണ്ട്. ഇമേജുകൾ നന്നായിട്ടുണ്ട്. വീഡിയോ ക്യാമറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ളൊരു വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊരു 9 മണി 10 മണി ആ ഒരു ടൈമിൽ മോർണിംഗ് കഴിഞ്ഞ് എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. ഇത്രയും കൂടി നന്നാവുമായിരുന്നു ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എന്നാണ് എനിക്ക് തോന്നിയത്. വീഡിയോയിൽ ഞാൻ അത്ര ഒരു തൃപ്തി എനിക്ക് തോന്നിയില്ല. എന്തായാലും ഫോട്ടോസ് നന്നായിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. പല ലൈറ്റിംഗ് സിറ്റുവേഷനുകൾക്കനുസരിച്ച് ഞാൻ മാറി മറിഞ്ഞൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള റിസൾട്ടുകളാണ് വരുന്നത്. ബട്ട് ഓവറോൾ ഈ ഒരു രീതിയിലുള്ള ഇമേജുകളാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് മതിയൊന്ന് നോക്കുക. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ മെയിൻ ക്യാമറയുടെ ഇമേജുകളും സെൽഫി ക്യാമറയുടെ ഇമേജുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറെക്കുറെ 10,000 രൂപ റേഞ്ചിലൊക്കെയാണ് ഈ ഫോൺ വരുന്നതെങ്കിൽ, എനിക്കതിൻ്റെ കൃത്യമായ വില ഇപ്പോൾ അറിയില്ല, അങ്ങനെയാണ് വരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ക്യാമറ എന്ന് പറയാം.
പിന്നെ സെൽഫി ക്യാമറയിൽ പോർട്രേറ്റ് ഇമേജുകൾ എടുക്കാൻ പറ്റില്ല. സോ വളരെ ചുരുക്കി പിടിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫോണാണെന്ന് പറയാം. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. ബാറ്ററി നന്നായിട്ടുണ്ട്, ബാറ്ററി ലൈഫിലൊന്നും ഇഷ്യൂസ് ഇല്ല. ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ ഇല്ല, ഞാനത് എടുത്തു പറയാണ്. മിഡ് റേഞ്ചിൽ 10,000 രൂപ 11,000 രൂപ റേഞ്ചിൽ ഇറങ്ങുന്ന ഈ ഫോണിലും ചാർജർ ഒഴിവാക്കിയിരിക്കുകയാണ്. അതായത് പ്രകൃതി സ്നേഹമാണ് മുന്നോട്ട് വെക്കുന്നത്, കാർബൺ എമിഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചാർജർ ഒഴിവാക്കിക്കൊണ്ട് ഫോണുകൾ ഇറക്കുകയാണ് റിയൽമി എന്നാണ് പറയുന്നത്. മുമ്പേ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് സെപ്പറേറ്റ് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഒരുപാട് ബ്രാൻഡുകൾ ഈ ഒരു ചാർജർ ഒഴിവാക്കുന്ന പരിപാടിയിലേക്ക് വരുമെന്നുള്ള കാര്യം. റിയൽമി കൂടി ജോയിൻ ചെയ്യുന്നു. താമസിയാതെ എല്ലാ ബ്രാൻഡുകളും ഈ രീതിയിലേക്ക് വരും. ഇതൊരു ചതിയായിട്ട് നോക്കിക്കാണാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ ഇത് പ്രകൃതി സ്നേഹമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ചാർജർ ഇതിൻ്റെ ഒപ്പം വരുന്നില്ല. ഇനി വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമിയുടെ പുതിയ ചാർജർ വാങ്ങിക്കാട്ടോ. അതിനുള്ള അനുവാദം റിയൽമി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ വേറെ കാശ് കൊടുത്ത് വാങ്ങിക്കാം. ഇനി ഇതിൻ്റെ സാർ വാല്യൂയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1.100 ആണ് ഹെഡ് സാർ വാല്യൂ. ബോഡി സാർ വാല്യൂ 0.735 ആണ്. OTG സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജൈറോസ്കോപ്പ് ഇല്ല, ബാക്കിയുള്ള സെൻസറുകളൊക്കെ ഉണ്ട്. ജൈറോസ്കോപ്പ് വരുന്നില്ല. സോ ആ ഒരു സംഭവമൊക്കെ വെച്ചുകൊണ്ട് അടിപൊളിയായിട്ട് ഗെയിം കളിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അതേപോലെ തന്നെ ക്യാമറ ടു API ലിമിറ്റഡ് ആണ്. അതിൽ ലെവൽ 3 4 ഒന്നും വരുന്നില്ല. OTG സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓവറോൾ എങ്ങനെയുണ്ട് റിയൽമി നാർസോ 50A പ്രൈം? നിങ്ങൾ പറയാം. ചാർജർ ഇല്ലാത്ത ഒരു ഫോൺ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ എടുക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത്രയുമാണ് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നമ്മുടെ ചെറിയൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.